നമസ്കാരം. ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം നഗരസഭയിൽ CPM-ന് വിമത സ്ഥാനാർത്ഥി. ഉള്ളൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കെ ശ്രീകണ്ഠൻ സ്ഥാനാർത്ഥിത്വം തടഞ്ഞതിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശനം. തിരുവനന്തപുരം നഗരസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ BJP വെട്ടിൽ. സ്ഥാനാർത്ഥിത്വം നൽകാത്തതിൽ ജീവനൊടുക്കാൻ ശ്രമിച്ച BJP പ്രവർത്തക. RSS പ്രാദേശിക നേതാക്കൾക്കെതിരെ ആരോപണവുമായി ശാലിനി. മനം നൊന്ത് ജീവനൊടുക്കിയ ആനന്ദിന്റെ പോസ്റ്റ്മോർട്ടം അല്പസമയത്തിനകം. പാർട്ടിയെ പ്രതിരോധത്തിലാക്കി ശബ്ദ സന്ദേശം പുറത്ത്. സംഭവത്തിൽ BJPക്ക് വീഴ്ച പറ്റിയിട്ടില്ലെന്ന് രാജീവ് ചന്ദ്രശേഖർ. ആനന്ദിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ വീട്ടിലെത്തി മന്ത്രി ശിവൻകുട്ടി. സംസ്ഥാനത്ത് പരാതി പറയാൻ ആരുമില്ലാത്ത അവസ്ഥയെന്ന് കെ മുരളീധരൻ. മണ്ഡലകാല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച് ശബരിമല നട ഇന്ന് തുറക്കും. ദർശനത്തിനായി ഭക്തരുടെ തിരക്ക്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്തത് 30,000 വിശ്വാസികൾ. മണ്ഡലകാലം തുടങ്ങുന്നത് സ്വർണ്ണക്കൊള്ള വിവാദങ്ങൾ നിലനിൽക്കെ സന്നിധാനത്ത് ശാസ്ത്രീയ പരിശോധന. SIT സാമ്പിൾ ശേഖരിക്കും. ചെങ്കോട്ട സ്ഫോടനത്തിൽ കൂടുതൽ കണ്ടെത്തലുകൾ. മുഖ്യപ്രതി ഉമർ നബി ബോംബ് നിർമ്മാണ വിദഗ്ധനെന്ന് കസ്റ്റഡിയിലുള്ളവരുടെ മൊഴി. സ്ഫോടക വസ്തുക്കൾ പരീക്ഷിക്കാൻ പ്രത്യേകം ലാബ് തന്നെ തയ്യാറാക്കി. കൂടുതൽ ഡോക്ടർമാരിലേക്ക് അന്വേഷണം. കാറിൽ 30 കിലോയോളം സ്ഫോടക വസ്തു സൂക്ഷിച്ചിരുന്നതായി റിപ്പോർട്ട്. 6 സംസ്ഥാനങ്ങളിൽ NIA-യുടെ നിർണായക പരിശോധന. ബീഹാറിൽ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. അമിത്ഷായുമായി ചർച്ച നടത്തിയ JDU നേതാക്കൾ. ബീഹാർ സർക്കാർ ഈ ആഴ്ച ചുമതലയേൽക്കും. പാർലമെന്ററി യോഗം ചേർന്ന് നിതീഷ് കുമാറിനെ നേതാവായി തിരഞ്ഞെടുക്കും. സത്യപ്രതിജ്ഞ ചൊവ്വാഴ്ചയെന്ന സൂചന. കണ്ണൂർ പെരിങ്ങോം വെള്ളോറയിൽ യുവാവ് വെടിയേറ്റു മരിച്ചു. ഇടക്കോം സ്വദേശി സിജോയാണ് മരിച്ചത്. നയാട്ടിനിടെ അബദ്ധത്തിൽ വെടികൊണ്ടതാകാമെന്ന് പ്രാഥമിക വിവരം. സിജോയുടെ സുഹൃത്ത് ഷൈനിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുവനന്തപുരം നഗരസഭയിൽ CPM-ന് വിമത സ്ഥാനാർത്ഥി. ഉള്ളൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കെ ശ്രീകണ്ഠൻ. CPM ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗമായ ശ്രീകണ്ഠൻ ദേശാഭിമാനി തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫ് കൂടിയാണ്. വിമതനായി മത്സരിക്കാൻ തീരുമാനിച്ച ശ്രീകണ്ഠൻ മുൻ മന്ത്രിയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കടകംപള്ളി സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവും ഉയർത്തി. സീറ്റ് നൽകാമെന്ന ആദ്യഘട്ടത്തിൽ പറഞ്ഞ കടകംപള്ളി പിന്നീട് തന്നെ ഒഴിവാക്കിയെന്നാണ് ആരോപണം. ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ നൽകാൻ അഭിജിത്ത് ജയൻ ചേരുന്നുണ്ട്. അഭിജിത്ത്, ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ CPM പിടിക്കാനിരുന്ന അല്ലെങ്കിൽ നഗരഭരണം നിലനിർത്താൻ ഒരുങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പോൾ വീണ്ടും ഒരു വിമത ഭീഷണി ഉയരുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? CPM-ന്റെ കല്ലുകടിയായിട്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിരുന്ന പാർട്ടിക്ക് വലിയ തലവേദന സൃഷ്ടിച്ചുകൊണ്ട് വിമത സ്ഥാനാർത്ഥി രംഗത്ത് വരുന്നത്. ഉള്ളൂരിൽ കെ ശ്രീകണ്ഠൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുള്ളതാണ് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. CPM-ന്റെ ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് ശ്രീകണ്ഠൻ. മുൻ തിരുവനന്തപുരം ബ്യൂറോ ചീഫാണ് ദേശാഭിമാനി പത്രത്തിന്റെ. അങ്ങനെ പ്രാദേശിക രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ സജീവമായി നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അവിടെ CPM-ന് തലവേദന സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു വിമത സ്ഥാനാർത്ഥിയായി മത്സര രംഗത്തേക്ക് വരുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ് ആയി തന്നെ സൂചിപ്പിക്കാൻ കഴിയുന്നത്. വിമതനായി മത്സരിക്കാൻ തീരുമാനിച്ച ശ്രീകണ്ഠൻ കടകംപള്ളി സുരേന്ദ്രൻ മുൻ മന്ത്രിക്കെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. കടകംപള്ളി പറഞ്ഞു പറ്റിച്ചു എന്നുള്ളതാണ് ശ്രീകണ്ഠന്റെ ആരോപണം. മാത്രമല്ല, തയ്യാറെടുക്കാൻ ആദ്യം നിർദ്ദേശം നൽകിയ ശേഷം മറ്റൊരാളെ സ്ഥാനാർത്ഥിയാക്കി. തയ്യാറെടുക്കാൻ പറഞ്ഞത് കല്യാണത്തിൽ പോകാനല്ലല്ലോ എന്നുള്ളതാണ് ശ്രീകണ്ഠൻ ആരോപിക്കുകയും ചെയ്തത്. അത്തരത്തിൽ CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ മന്ത്രിയും ആ മേഖലയിലെ തന്നെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള CPM നേതാവ് കൂടിയായിട്ടുള്ള കടകംപള്ളിക്കെതിരെയാണ് ശ്രീകണ്ഠൻ വിമർശനം ഉയർത്തുന്നത് എന്നുള്ളതാണ് ഇതിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരം. അതേസമയം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള സ്ഥാനാർത്ഥികളെ LDF നേതൃത്വം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. രാജീവ് രാജേന്ദ്രൻ ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന കൂടി നമുക്ക് റിപ്പോർട്ട് ചെയ്യാനും കഴിയുന്നുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഇത് വലിയ തോതിൽ CPM-നെ തലവേദന സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വലിയ രാഷ്ട്രീയ പാർട്ടികളാകുമ്പോൾ ഇത്തരം ചില അപശബ്ദങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്
ഉള്ളൂരിലെ CPM-ന്റെ വിമത സ്ഥാനാർത്ഥിയെക്കുറിച്ചുള്ള വി ശിവൻകുട്ടിയുടെ പ്രതികരണം, മന്ത്രിയുടെ പ്രതികരണം. വിമത ജനാധിപത്യം, വിമത റിപ്പത്തിൽ ജനാധിപത്യം തുടങ്ങിയ അന്ന് മുതൽ തന്നെയുണ്ട്. 101 സ്ഥാനാർത്ഥികളെ മാത്രമല്ലേ പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ. സീറ്റ് കിട്ടാത്ത ചിലർ ഇത്തരം വിമതരാകും എന്നുള്ളതാണ് മന്ത്രിയുടെ പ്രതികരണമായി തന്നെ സൂചിപ്പിക്കാനും കഴിയുന്നത്. അത്തരത്തിൽ ഇപ്പോൾ CPM-ന് ഇങ്ങനെ ഒരു വിമത സ്ഥാനാർത്ഥി വരുന്നത് അവിടുത്തെ വോട്ടടക്കം സ്പ്ലിറ്റായി പോകാൻ, അല്ലെങ്കിൽ അവിടുത്തെ വോട്ടടക്കം ഭിന്നിച്ചു പോകാനുള്ള സാധ്യതയുണ്ടാകുമെന്നുള്ള കാര്യം കൂടി CPM ചൂണ്ടിക്കാട്ടുകയും ചെയ്യുകയാണ്. CPM അവലോകനം ചെയ്യുകയും ചെയ്യുകയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാൻ കഴിയുന്നത്. ഏതായാലും BJP-യിൽ ഉള്ളതുപോലെയുള്ള കെടുതികൾ CPM-ൽ ഇല്ലല്ലോ എന്നുള്ളതാണ് മന്ത്രി വി ശിവൻകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് ഒന്നുകൂടി ആവർത്തിച്ച് സൂചിപ്പിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് കൂടി നമുക്ക് പങ്കുവയ്ക്കാനും കഴിയുന്നുണ്ട്. ഏതായാലും ഉള്ളൂർ വാർഡിലാണ് ഇപ്പോൾ CPM-ന് വിമതൻ വന്നിരിക്കുന്നത്. അവിടെ ഉള്ളൂരിൽ നിന്ന് കോൺഗ്രസിൽ ഉള്ളൂരിൽ നിന്ന് മത്സരിക്കുന്നത് ജോൺസൺ ജോസഫാണ്. അത് മാത്രമല്ല CPM സ്ഥാനാർത്ഥിയായി. ശരി, അഭിജിത്ത് തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളൂർ വാർഡിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ ശ്രീകണ്ഠൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. നമസ്കാരം കെ ശ്രീകണ്ഠൻ. ഇപ്പോൾ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. പാർട്ടിയിൽ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്താണ് ഇപ്പോൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും വരുന്ന ഒരു പ്രതികരണം? പാർട്ടിയുടെ പ്രതികരണം എനിക്കറിയില്ല. ഞാൻ വിമത സ്ഥാനാർത്ഥിയല്ല, ഞാനൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഇവിടെ ആദ്യം എന്നെയാണ് തീരുമാനിച്ചത് പാർട്ടി. ഞാൻ പ്രചരണ രംഗത്ത് നിൽക്കുമ്പോഴാണ് എന്നെ മാറ്റിയിട്ട് വേറെ ആളിനെ തീരുമാനിച്ചത്. അതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഞാൻ ഈ നാട്ടില് 40-40 വർഷമായിട്ട് നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളാണ്. ഞാൻ 1985 പാർട്ടി മെമ്പർഷിപ്പിൽ വന്നതാണ്. ഞാൻ പാർട്ടിക്ക് എതിരല്ല, ഒരിക്കലും എതിരായിട്ട് പാർട്ടിക്ക് പ്രവർത്തിക്കുകയില്ല. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഒരു വിമർശനമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു മന്ത്രി ആദ്യം ഒരു സീറ്റ് തരാം, ബാക്കി പ്രവർത്തനങ്ങൾ തുടങ്ങിക്കോളൂ എന്നുള്ള ഒരു വാഗ്ദാനമൊക്കെ തന്നിരുന്നെങ്കിലും പിന്നീട് പെട്ടെന്ന് ഉള്ള ഒരു മാറ്റമാണ്, മറ്റൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. എന്താണ് അതിനുള്ള ഒരു കാരണമായി തോന്നുന്നത്? അല്ല, അതെനിക്കറിയില്ല, അത് അദ്ദേഹത്തിനെ അറിയാവുള്ളൂ. കടകംപള്ളി സുരേന്ദ്രനല്ല സീറ്റ് തരാമെന്ന് പറഞ്ഞത്. പാർട്ടി ലീഡർഷിപ്പ് തീരുമാനിച്ചതിന് ശേഷമാണ് ആ വിവരം കടകംപള്ളി സുരേന്ദ്രൻ എന്നെ അറിയിക്കുകയായിരുന്നു. കടകംപള്ളി സുരേന്ദ്രന്റെ ഔദാര്യമല്ല. പാർട്ടി ലീഡർഷിപ്പ് തീരുമാനിച്ചിട്ട് ആ വിവരം കടകംപള്ളി സുരേന്ദ്രൻ എന്നെ അറിയിക്കുകയും ഞാൻ പ്രചരണ രംഗത്ത് ഇറങ്ങുകയും ചെയ്തു. അവിടെ അങ്ങനെ ഒരു മറ്റാർക്കെങ്കിലും അതിൽ എതിർപ്പോ എന്തെങ്കിലും തർക്കമോ ഉണ്ടായിരുന്നതായിട്ട് എനിക്കറിയില്ല. ഒരു തർക്കവും ഇല്ലായിരുന്ന ഒരു സീറ്റ് സ്വാഭാവികമായിട്ട് പ്രഖ്യാപിക്കാമായിരുന്നു. അതിന് പകരം തർക്കമുണ്ടെന്ന് വരുത്തി ഈ പ്രശ്നങ്ങളിലേക്ക് ഉണ്ടാക്കുകയായിരുന്നു ചെയ്തത്. ഇതിപ്പോൾ താങ്കൾ തുടക്കം മുതലേ ഈ ഒരു പാർട്ടി പരമായ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങി വെച്ച എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങളിലും പങ്കാളിയായിരുന്നു മനസ്സിലാകുന്നു. അപ്പോൾ പെട്ടെന്നുള്ള ഈ ഒരു മാറ്റം പിന്നീട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തിയപ്പോൾ പാർട്ടിയുടെ ഭാഗത്തു നിന്നും സ്വാഭാവികമായും എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല. ആരും ഇതിൽ ഇടപെട്ടതായിട്ടൊന്നും എനിക്ക് അറിയില്ല. എന്നെ ആരും വിളിച്ചിട്ടുമില്ല. ഇപ്പോൾ ഞാൻ ഈ രംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഞാൻ ഒരുപാട് പേരോട് ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞുപോയി. ഒരുപാട് വ്യക്തികളെ കണ്ടു. ഞാൻ ഈ നാട്ടിലെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് അതിനൊരു ഇനിയിപ്പോ ഒരു പൊതുപ്രവർത്തകരായി അവിടെ തന്നെ അങ്ങ് അവസാനിപ്പിക്കാം എന്ന് കരുതിയതാണ്. പക്ഷെ അതിനുള്ള ഒരു അവസരം തരുന്നില്ല. ഞാൻ എന്നെയാണ് തീരുമാനിച്ചിരുന്നതെങ്കിൽ ആദ്യം തന്നെ കൂട്ടാമായിരുന്ന ഒരു സീറ്റാണ്. അതെ, ഇനിയിപ്പോൾ ഈ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു തീരുമാനത്തിൽ തന്നെ മുന്നോട്ട് പോകാൻ എന്നുള്ള ഒരു തീരുമാനം തന്നെയാണോ ഏതെങ്കിലും രീതിയിൽ? ഞാൻ അത് തന്നെ മുന്നോട്ട് പോവുകയാണ്. എനിക്ക് ജയിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. ശരി, വളരെയധികം നന്ദി സാർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ CPM-ന് വിമത സ്ഥാനാർത്ഥി അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടി വരികയാണ്. ഉള്ളൂരിൽ
സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് കെ ശ്രീകണ്ഠനാണ്. CPM ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗമാണ് അദ്ദേഹം. ദേശാഭിമാനി തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫ് കൂടിയാണ്. ഇപ്പോൾ വിമതനായി മത്സരിക്കാൻ തീരുമാനിച്ച ശ്രീകണ്ഠൻ മുൻ മന്ത്രിയും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ കടകംപള്ളി സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവും ഉയർത്തിയിരുന്നു. സീറ്റ് നൽകാമെന്ന ഒരു പ്രതീക്ഷ ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നെങ്കിലും പിന്നീട് അതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്ത് തന്നെയായാലും സ്വതന്ത്രനായി മത്സരിക്കാനുള്ള ഒരു തീരുമാനം തന്നെയാണ്, മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് അദ്ദേഹമുള്ളത്. ഇപ്പോൾ നമ്മോടൊപ്പം ഇടത് സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, നമസ്കാരം. ഇപ്പോൾ ഉള്ളൂരിൽ വീണ്ടും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടി വരികയാണ്. ഇപ്പോൾ നഗരഭരണം നിലനിർത്താൻ ഒരുങ്ങുന്ന ഈ ഒരു CPMലാണ് ഈ ഒരു വിമത ഭീഷണിയൊക്കെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം. ഇതിനു മുമ്പും നമ്മൾ കണ്ടു. ചെമ്പഴന്തിക്കും വാഴോട്ടുകോണത്തിനൊക്കെ പിന്നാലെ ഇപ്പോൾ ഉള്ളൂരിലും ഈ ഒരു പ്രശ്നം, ഒരു വിമത പ്രശ്നം വരികയാണ്. എങ്ങനെയാണ് താങ്കൾ ഇതിനെ നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും വാർത്ത ഞാൻ ശ്രദ്ധിച്ചിരുന്നു. CPMനെ സംബന്ധിച്ചോളം CPMൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. ജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവർ, ജനങ്ങൾക്ക് താല്പര്യമുള്ളവർ, സ്ഥാനാർത്ഥിത്വത്തിന് അർഹതപ്പെട്ടവരെ, അത് ഏത് വ്യക്തിയാണെങ്കിലും അത്തരക്കാരെ, പ്രത്യേകിച്ച് യുവത്തോട് നോക്കിയിട്ടാണ് സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നത്. അതിൽ മോഹഭംഗം നഷ്ടപ്പെടുത്തി പാർലമെന്ററി മോഹം ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവർക്ക് സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ അവർ ചിലര് ഇതുപോലത്തെ വിമത വേഷമായിട്ട് ഇറങ്ങും. അതൊന്നും ഒരു തരത്തിലും പാർട്ടിയെ ബാധിക്കുകയോ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുകയോ ചെയ്യത്തില്ല. താരതമ്യേന CPMൽ അതൊക്കെ വളരെ കുറവാണ്, അപൂർവമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ വിമതശല്യം വരുന്നത് ഒരു കോൺഗ്രസിൽ, BJP. ഇപ്പൊ BJP തന്നെ ഇപ്പൊ 2 പേര് സീറ്റ് കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. മൂന്നാമതൊരു സ്ത്രീ വിഷം കഴിച്ചു. പക്ഷെ അവർ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ടു. അങ്ങനെ BJP ഒരു ആത്മഹത്യാ സ്ക്വാഡിനെ ട്രെയിൻ ചെയ്യുന്ന പോലെ വലയുമ്പോൾ ലീഗിലും വലിയ രീതിയിലുള്ള വിമത പ്രശ്നം അലട്ടുമ്പോൾ താരതമ്യേന വളരെ അപൂർവമാണ് ഇതുപോലെയുള്ള വിമത ശല്യങ്ങൾ CPMനെ സംബന്ധിച്ചോളം. ഈ വിമതന്മാരെന്ന് പറഞ്ഞാൽ അധികാരമോഹികളും സ്വാർത്ഥത മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്. അവർക്ക് പാർട്ടിയുടെ പറയുന്ന രീതിയിലുള്ള അനുസരണക്കേട് വരുമ്പോൾ, അല്ലെങ്കിൽ അത് അനുസരിക്കാൻ തോന്നാതെ വരുമ്പോൾ അവർ വിമതരായിട്ട് പ്രത്യക്ഷപ്പെട്ട് സ്ഥാനാർത്ഥിയാവും. ജനങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. CPMലൊരു പാർട്ടി ഏതെങ്കിലും ഒരു വ്യക്തി വിമതനായാൽ അയാൾ സ്വാർത്ഥതയുള്ളതുകൊണ്ട് മാത്രം സ്ഥാനമോഹങ്ങൾക്ക് അധികാരത്തിന് വേണ്ടി വരുന്നതെന്നുള്ളത് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. കാലകാലങ്ങളായിട്ട് അങ്ങനെ കുറെ ആളുകളുണ്ട്. എല്ലാ പാർട്ടിയിലും പോലെ CPMലുണ്ട്. അപ്പൊ അവര് ഈ ഒരു പൊങ്ങി താഴെ പോയി മരിച്ചു പോകുന്ന പോലെ രാഷ്ട്രീയപരമായിട്ട് അസ്തമിക്കുന്നില്ലാതെ കൊണ്ട് ഈ പാർട്ടിയെ സംബന്ധിച്ചോളം ഒരു 0.1% ഇവരെ ബാധിക്കത്തില്ല. അത് കാലങ്ങളായിട്ട് തന്നെ തെളിഞ്ഞിട്ടുണ്ട്. ഇവിടെ വമ്പന്മാരായിട്ടുള്ള എത്രയോ പേര് പിരിഞ്ഞു പോയിരിക്കുന്നു. അതൊരു പരിധിവരെ ചിലതൊക്കെ വിഭാഗിതയുടെ പേരിൽ പോയി, ചിലർക്ക് സ്ഥാനം കിട്ടാത്തതിന്റെ പേരിൽ പോയി. ഇതൊക്കെ സ്വാഭാവികമാണ്, ജനാധിപത്യത്തിന്റെ ഒരു പ്രക്രിയയാണത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള ഒരു ആധികാരികമായിട്ടുള്ള പ്രശ്നങ്ങളും പാർട്ടിനെയോ തെരഞ്ഞെടുപ്പിനെയോ 1% പോലും ബാധിക്കത്തില്ല. ഇപ്പോൾ BJPയിലൊക്കെ ഇതുപോലെ സീറ്റ് കിട്ടാത്തത് കൊണ്ട് ഈ ഒരു ജീവനൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു CPMൽ ആരും ആത്മഹത്യ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ആശ്വാസത്തിലായിരുന്നു ഈ ഒരു CPI നേതൃത്വം ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോഴും ഈ ഒരു വിമത ഭീഷണി തടയാൻ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അല്ല, വിമത ഭീഷണി എന്ന് പറയുന്നത് നേതൃത്വത്തിന് തടയാന്നുള്ള ചോദ്യമല്ല അതിനകത്ത് പ്രസക്തി എന്ന് പറയുന്നത്. അവരെന്തുകൊണ്ട് വിമതരായി എന്നുള്ളതാണ്. CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ ഭരണഘടനയുടെ ചട്ടക്കൂടിൽ അനുസരണയോടുകൂടി പ്രവർത്തിക്കേണ്ട രാഷ്ട്രീയ പ്രവർത്തനമാണ് CPM പ്രവർത്തനം ചെയ്യേണ്ടത്. അതാണ് ആ പാർട്ടിയുടെ CPM എന്ന് പറഞ്ഞ പാർട്ടി ജനങ്ങളുടെ പ്രവർത്തിക്കുന്ന ഇത്രയ്ക്ക് ജനപ്രീതി കിട്ടാൻ കാരണം. പാർലമെന്ററി വ്യാമോഹം മാത്രം വെച്ചുകൊണ്ട് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർക്ക് എന്തെങ്കിലും നിരാശപ്പെടും. കാരണം CPM ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത് പല ഘടകങ്ങളും ആലോചിച്ചിട്ട് അതിന്റെ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ടാണ് തീരുമാനിക്കുന്നത്. അത് ഈ മോഹമായിട്ട് വെക്കുന്നവരെന്തിനാ നിയന്ത്രിക്കുന്നത്? അവർ പോണ വഴി പോട്ടെന്ന് വിചാരിക്കും. അവർക്ക് അത് പോയി എവിടെയെങ്കിലും പോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തട്ടെ. അവരുടെ ജനഹിതം എന്താണെന്നുള്ളത് അവരെ ഇലക്ഷനിലൂടെ തെളിയട്ടെ. പാർട്ടിയൊന്നും അത്രക്കാരെ തടഞ്ഞു നിർത്തുന്ന സ്വഭാവമില്ല. കാരണം ഈ പാർട്ടിയിലെ 99.99% ആൾക്കാരും ഒന്നും മോഹിക്കാതെ ആശയം കൊണ്ട് പാർട്ടി പ്രവർത്തിക്കുന്നവരാ. അവർക്ക് അവർക്ക് അപകീർത്തിപ്പെടുത്താനായിട്ടുള്ള ശ്രമം ആര് നടത്തിയാലും അത് വരപ്പോകത്തില്ല. പാർട്ടി അതിനെ മൈൻഡ് പോലും ചെയ്തില്ല. വമ്പന്മാരായ MV രാഘവൻ, KR ഗൗരിയമ്മരെ പോലെയുള്ളവരൊക്കെ ഈ പാർട്ടിയിൽ നിന്ന് ഇതുപോലെ തന്നെ വിവിധ പ്രശ്നം ഉണ്ടാക്കി അവരവിടെ എത്തിയെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാം. അത് തന്നെ അതിനുശേഷം CPM വളരെ വലിയ ചെയ്ത് എത്ര പ്രാവശ്യം അതിനുശേഷം അധികാരത്തിലേറി ജനങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും അതൃപ്തി പാർട്ടിക്ക് ഉണ്ടായോ? ഇതൊക്കെ സ്വാഭാവികമാണ്. ഇതൊക്കെ അപൂർവം ചില ആൾക്കാർ ചെയ്യും. അതിൻ്റെതായ ലോക ഗ്രാവിറ്റിയിൽ കണ്ടാൽ മാത്രം മതി. ഇതിപ്പോൾ ഈ ഒരു കഴക്കൂട്ടം മണ്ഡലത്തിൽ അടക്കം ഇപ്പോൾ പലയിടത്തും ഈ കടകംപള്ളി സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ ഈ CPM BJP ഡീൽ എന്നുള്ള ഒരു ആരോപണമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിരുന്നല്ലോ. അപ്പോൾ ഈ ഒരു ശ്രീകണ്ഠന്റെ വിമർശനവും വന്നിരിക്കുന്നത് ഈ കടകംപള്ളിക്കെതിരെ തന്നെയാണ്. ഇപ്പോൾ കടകംപള്ളിയെ പോലെ ജനകീയനായ ഒരു സമുന്നത നേതാവിനെ മാനസികമായിട്ട് പീഡിപ്പിക്കുക അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ കെടുത്തി കാണിച്ചുകൊണ്ട് തങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങളുടെ പേരിൽ അസൂയയോട് പറയുന്നതിനൊന്നും
ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റില്ല. ആരും അത് മൈൻഡ് പോലും ചെയ്യത്തില്ല. കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ല CPM-ലെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത്. CPM-ന് നിയതമായ ഒരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയനുസരിച്ച് കൂട്ടായ്മയിലൂടെ താഴെ തട്ടിലുള്ള കമ്മിറ്റികൾ നിർദ്ദേശിക്കുന്നതനുസരിച്ച് അതെല്ലാം പരിശോധിച്ചിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നത്. അല്ലാണ്ട് കടകംപള്ളി സുരേന്ദ്രൻ, ഈവൻ പിണറായി വിജയനോ ഗോവിന്ദൻ മാഷ് പോലും ഒരു വ്യക്തിയുടെ പേരിൽ ചെയ്യാൻ ഈ പാർട്ടിക്ക് ഒരു ചട്ടം, അതാണ് ഈ പാർട്ടിക്ക് ഒരു കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു പൊസിഷനുണ്ട്. പാർട്ടിയുടെ ഭരണഘടന അതാകുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി മനസ്സ് വെച്ച് സ്വാർത്ഥ താല്പര്യത്തിൽ ഒരാൾക്ക് സീറ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ CPM-ൽ അത് നടക്കില്ല. അത് ഇവർക്ക് അറിയാമല്ലോ. ഇത് കോൺഗ്രസ് അല്ല, BJP അല്ല. BJP ഒക്കെ ആണെങ്കിൽ വോട്ട് കച്ചവടം ചെയ്യും, സീറ്റ് കച്ചവടം ചെയ്യും. കോൺഗ്രസ് അത് കച്ചവടം ചെയ്യും. ഇപ്പൊ കോഴിക്കോട് ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു ഡിവിഷനിൽ നിന്ന് ഒരു സ്ഥാനാർത്ഥിക്ക് ഡീലായെന്ന് പറഞ്ഞു. അപ്പൊ സാമ്പത്തികം മേടിച്ചുകൊണ്ട് ഡീലായെന്ന് പറഞ്ഞു. നിയമസഭയിലേക്ക് അവരൊക്കെ പെയ്ഡ് സീറ്റുകൾ പലതും ഉണ്ടാവും. അതൊന്നും CPM-ലെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തിയുമില്ല. അദ്ദേഹത്തിന്റെ ജനസമ്മതി അസൂയ പോണ്ടവര് അദ്ദേഹമാണ് സീറ്റ് നിശ്ചയിക്കുന്നത്, ഞങ്ങൾക്ക് തരുന്നില്ല എന്നുള്ളതൊക്കെ പറയുന്നത് ഞാൻ ഈ പറഞ്ഞ വ്യാഖ്യാനങ്ങളാണ് അതിനോട് പൊരുത്തപ്പെടുന്നത്. അതുകൊണ്ട് അതൊന്നും CPM-നെ ഇത്തരം ഒരുപാട് പ്രതിസന്ധികളെയും ഇതുപോലുള്ളവരെയൊക്കെ നേരിട്ടാണ് ഈ പാർട്ടി 2 പ്രാവശ്യം അടുപ്പിച്ച് ഭരണത്തിലിരിക്കുന്നത്. ജനങ്ങളുടെ ഏറ്റവും പിന്തുണയോടുകൂടി 3ാം ഭരണത്തിലേക്ക് കടക്കാൻ പോകുന്നു. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. ഇത്തവണത്തെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷം സീറ്റുകളിൽ CPM ജയിക്കും. കാരണം എതിർക്കാനായിട്ട് നല്ലൊരു മുന്നണിയില്ല. BJP ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിലാണെങ്കിൽ സീറ്റ് വിഭജനം കീറാമുട്ടി ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ആ സ്ഥിതിക്ക് ജനങ്ങൾക്ക് അത് തെരഞ്ഞെടുക്കാൻ മറ്റൊരു അതർ ഓപ്ഷൻ അവിടെ ഇല്ല. ദർ ഇസ് നോ അതർ ഓപ്ഷൻ. അപ്പൊ അതുകൊണ്ട് CPM തന്നെ ജനങ്ങളുടെ പ്രിയങ്കരമായ പാർട്ടിയായിട്ട് 2 മുന്നണി ബഹുഭൂരിപക്ഷം ഈ 1999 പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷത്തിലേക്കും കേരളത്തിൽ വിജയം നേടും. ഇതുപോലുള്ള ചില ആളുകൾ ഇതോടുകൂടി അസ്തമിക്കും. ഇത് സംഭവിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ തിരുവനന്തപുരത്ത് ഒരിടത്തും ഈ ഒരു CPM-നെ ഈ ഒരു വിമതശല്യം അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു വാദമൊക്കെ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എന്ത് തന്നെയായാലും അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടിയിലെ പ്രധാനികളൊക്കെ തന്നെ ഈ നേതൃത്വത്തിനെതിരെ ഈ ഒരു കലാപക്കൊടി ഉയർത്തുന്നതൊക്കെ. അത് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പാർട്ടിയുടെ വിജയത്തിനെയൊക്കെ ബാധിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഇല്ലേ? ഇല്ല, സാധിക്കത്തില്ല. കേരളത്തിലെ വോട്ടർമാർ ഇതെല്ലാം കണ്ടോണ്ടിരിക്കുകയല്ലേ. ഈ അധികാരമോഹികൾ, സ്വാർത്ഥര്, തങ്ങൾക്ക് സ്ഥാനം കിട്ടിയില്ല എന്നോർത്തുകൊണ്ട് വന്ന് തങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ആരാ വോട്ട് ചെയ്യുന്നത്? വോട്ട് ചെയ്യത്തില്ല. അത് ഒരു പരിധിവരെ മിക്കവാറും എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും അങ്ങനെ തന്നെയാണ്. അത്തരക്കാരെ ജനം തിരിച്ചറിയും. അത് പാർട്ടിക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഇവരെ എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? ഒരാൾ ഒരുമ്പിട്ടിറങ്ങുവാണ് എനിക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുന്നത്? തന്നെയല്ല, ഇവരെ നിയന്ത്രിക്കുന്നതുകൊണ്ട് പ്രയോജനമില്ലെന്ന് പറയാം. അവരെയൊക്കെ അവഗണിച്ചു വിടുകയെന്നുള്ളൂ. അതിനപ്പുറമായ ഒരു വലിയ ജനസഞ്ചയം, വലിയൊരു ജനക്കൂട്ടം, വലിയൊരു പ്രതീക്ഷ അർപ്പിക്കുന്ന യുവാക്കളുടെയും യുവതികളുടെയും അടങ്ങുന്ന പുതിയ തലമുറയുടെ ഒക്കെ ഒരു വലിയൊരു പ്രതീക്ഷയായ ഇടതുപക്ഷമാണ് നിൽക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇവർ പോകുന്നെങ്കിൽ അവർ പോണ വഴിയെ പോട്ടെന്ന് ചിന്തിക്കത്തില്ല. 1% പോലും ഇത് ഒരു തെരഞ്ഞെടുപ്പിനെയും ബാധിക്കത്തില്ല. പ്രത്യേകിച്ച് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനെ ബാധിക്കത്തില്ല. അതുകൊണ്ട് പാർട്ടി നിയന്ത്രിക്കുന്നു, അല്ല അവർക്ക് പാർട്ടിയെ പൂർണ്ണമായിട്ടും അവരുടെ വിവിധ നീക്കങ്ങളെ തടയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് അവരെ അവഗണിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവരെ തടഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ മനസ്സ് അങ്ങനെയാണ്. അവരെ എപ്പോഴായാലും ഈ പ്രശ്നം ഉണ്ടാക്കും. അവരൊക്കെ പോട്ടെ. അങ്ങനെ എത്രയോ പേര് ഇങ്ങനെ കൊഴിഞ്ഞു പോയിരിക്കുന്നു, എത്രയോ ആളുകൾ ഒഴിഞ്ഞു പോയിരിക്കുന്നു. ഈ പാർട്ടിക്ക് എന്തെങ്കിലും ഒരു 1% പോറലേൽപ്പിക്കാൻ പറ്റിയിട്ടില്ല. ജനങ്ങളിലാണ് ഈ പാർട്ടിയുടെ വിധേയത്വം. പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങൾക്കൊപ്പമാണ്, അവരുടെ നേട്ടത്തിന് വേണ്ടിയിട്ട്, വികസനത്തിന് വേണ്ടിയിട്ടാണ്. അത് തിരിച്ചറിയുന്ന ഒരു ജനം സ്വന്തമായിട്ടുള്ളപ്പോൾ CPM-നെ സംബന്ധിച്ചുള്ള ഒരു ഭയവുമില്ല. ഇവരെ പോലൊന്നും നിയന്ത്രിക്കേണ്ട പോലും കാര്യമില്ല. അതെ, തീർച്ചയായും. വളരെയധികം നന്ദി സാർ ഈ ഒരു അവസരത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ വീണ്ടും ഒരു വിമത ഭീഷണിയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPM-ന് വരുന്നത്. ഉള്ളൂർ വാർഡിലെ K. ശ്രീകണ്ഠൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഒരുങ്ങുകയാണ്. CPM ഉള്ളൂർ ലോക്കൽ കമ്മിറ്റി അംഗം കൂടിയാണ് അദ്ദേഹം. ദേശാഭിമാനി തിരുവനന്തപുരം മുൻ ബ്യൂറോ ചീഫാണ്. പാർട്ടി അംഗവും മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന ലിജു S ആണ് ഇപ്പോൾ ഉള്ളൂരിലെ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. ആദ്യ സമയങ്ങളിലൊക്കെ തന്നെ ഈ ഒരു ഉള്ളൂർ വാർഡിൽ K. ശ്രീകണ്ഠൻ മത്സരിക്കുമെന്നുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അദ്ദേഹത്തിന് അടക്കം കിട്ടിയിരുന്ന ഒരു വിവരം. എല്ലാ തരത്തിലുള്ള പ്രചരണത്തിനും പ്രവർത്തനങ്ങൾക്കൊക്കെ മുന്നിൽ നിന്നിരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കേണ്ട ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തീരുമാനിച്ച ശ്രീകണ്ഠൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരുന്നു. കടകംപള്ളി പറഞ്ഞു പറ്റിച്ചു എന്നുള്ള ഒരു കാര്യമൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. തയ്യാറെടുക്കാൻ ആദ്യം നിർദ്ദേശം നൽകിയെങ്കിലും പിന്നീട് മറ്റൊരു സ്ഥാനാർത്ഥിയെ ആക്കുകയായിരുന്നു തയ്യാറെടുക്കാൻ പറഞ്ഞത്. പിന്നെ എന്തിനായിരുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് ശ്രീകണ്ഠൻ
ഉയർത്തുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കുള്ള ഈ ഒരു സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സമയം കൂടിയാണ് LDF നേതൃത്വം പ്രഖ്യാപിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൽ നിന്നാണ് ഇപ്പോൾ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത്. ഒരു തരത്തിലുള്ള പാർട്ടിയുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു ഇതിലും വീഴാതെ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ്. ഇനി മുന്നോട്ട് പോയി വിജയം മുന്നിൽ കാണാനുള്ള ഒരു രീതിയിൽ തന്നെയാണുള്ളത്. BJPയിൽ ഇതുപോലെ സീറ്റ് ലഭിക്കാത്ത മൂലം CPMൽ ആരും ആത്മഹത്യ ചെയ്യുന്നില്ല എന്നുള്ള ഒരു ആശ്വാസത്തിലൊക്കെയാണ് CPI നേതൃത്വം ഉണ്ടായിരുന്നത് എന്ന് പറയണം. കാരണം ഈ ഒരു വിമതശല്യം ഇപ്പോൾ CPMലും രൂക്ഷമാവുന്ന ഒരു സാഹചര്യമുണ്ട്. നഗരഭരണം നിലനിർത്താൻ ഒരുങ്ങുകയാണ് CPM. അതിനിടയ്ക്കാണ് ഈ ഒരു വിമത ഭീഷണിയൊക്കെ വർദ്ധിക്കുന്നത്. ഇതിനു മുമ്പും ചെമ്പഴന്തിയിലും വാഴോട്ടുകോണത്തിനൊക്കെ പിന്നാലെ ഇപ്പോൾ ഉള്ളൂരിലും പാർട്ടി വിമതൻ വരികയാണ്. കഴക്കൂട്ടം മണ്ഡലത്തിൽ പലയിടത്തുമായി ഈ ഒരു കടകംപള്ളി സുരേന്ദ്രൻ്റെ നേതൃത്വത്തിലൊക്കെ തന്നെ ഈ ഒരു CPM BJP ഡീൽ എന്നുള്ള ഒരു ആരോപണമൊക്കെ ഉയർന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടും ഈ ഒരു ശ്രീകണ്ഠൻ്റെ ഈ ഒരു വിമർശനവും കടകംപള്ളിക്കെതിരെ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതും ഒരു കാര്യം തന്നെയാണ്. BJPയിൽ ഇതുപോലെ തിരുവനന്തപുരത്ത് ഒരിടത്തും ഈ ഒരു CPMനെ വിമതശല്യം ഉണ്ടാകില്ല എന്നുള്ള ഒരു ഉറപ്പായിരുന്നു, അല്ലെങ്കിൽ ഒരു അവകാശവാദമായിരുന്നു ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടായിരുന്നത്. എന്നാൽ അതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ പാർട്ടിയിലെ പ്രധാനികൾ തന്നെ നേതൃത്വത്തിനെതിരെ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഒരു തരത്തിലുമുള്ള ഒരു വിജയത്തെ ബാധിക്കില്ല എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെയാണ് പാർട്ടിയും നിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇടവേള. പാക് വിമാനങ്ങൾക്കും വിമാന കമ്പനികൾക്കും ഇന്ത്യൻ വ്യോമപാത ഉപയോഗിക്കുന്നതിന് ഏർപ്പെടുത്തിയിരുന്ന നിരോധനം കേന്ദ്ര സർക്കാർ നീട്ടിയെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഒക്ടോബർ 24 വരെയാണ് നിരോധനം നീട്ടിയത്. ബന്ധപ്പെട്ട അധികൃതർക്ക് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഏവിയേഷൻ ഉദ്യോഗസ്ഥർ നോട്ടീസ് അയച്ചിട്ടുണ്ട്. പാക് വ്യോമപാത ഉപയോഗിക്കുന്നതിൽ ഇന്ത്യൻ വിമാനങ്ങൾക്കുള്ള നിരോധനം പാക് സർക്കാർ നീട്ടിയതിന് പിന്നാലെയാണ് ഇന്ത്യയും നിരോധനം നീട്ടിയത്. പാകിസ്ഥാനാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ 1 മാസത്തേക്ക് വ്യോമപാത അടയ്ക്കാനുള്ള തീരുമാനം ആദ്യം എടുക്കുന്നത്. അതിനുശേഷം ഒരാഴ്ച പിന്നിട്ടപ്പോൾ ഇന്ത്യയും സമാന തീരുമാനമെടുത്തു. പിന്നാലെ ഇരു രാജ്യങ്ങളും ഓരോ മാസവും നിരോധനം നീട്ടുന്നതായി കാണിച്ചുകൊണ്ട് ഉത്തരവുകൾ ഇറക്കിയിരുന്നു. ഇരു രാജ്യങ്ങളുടെയും വിമാനങ്ങൾക്ക് മാത്രമാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. മറ്റു രാജ്യങ്ങളുടെ വിമാനങ്ങൾക്ക് ഇരു രാജ്യങ്ങളുടെ വ്യോമപാത ഉപയോഗിക്കുന്നതിൽ നിരോധനമില്ല. പാകിസ്ഥാൻ വ്യോമപാത അടച്ചത് 800ഓളം ഇന്ത്യൻ വിമാനങ്ങളെയാണ് ബാധിച്ചത്. ഈ നടപടി മൂലം ഉത്തരേന്ത്യയിൽ നിന്ന് പശ്ചിമേഷ്യ, യൂറോപ്പ്, UK, അമേരിക്ക എന്നീ രാജ്യങ്ങളിലേക്ക് പോകേണ്ട വിമാനങ്ങൾക്ക് ഇപ്പോൾ ഒത്തിരി ദൂരം സഞ്ചരിക്കേണ്ടതായി വരുന്നുണ്ട്. ഈ സാഹചര്യം വിമാനങ്ങളുടെ പ്രവർത്തനത്തെയും അതോടൊപ്പം മെയിൻ്റനൻസിനെയും അടക്കം ബാധിക്കുന്നുണ്ടെന്നാണ് വിവരം. ഇതോടെ എയർലൈൻസ് കമ്പനികൾക്കും ചിലവുകൾ വർദ്ധിക്കുന്നുണ്ട്. എയർ ഇന്ത്യ, സ്പൈസ് ജെറ്റ്, ആകാശ എയർ തുടങ്ങി നിരവധി കമ്പനികൾ ഈ റൂട്ടിൽ നിരന്തരം സർവീസുകൾ നടത്തിയിരുന്നു. അതേസമയം ഇന്ത്യൻ വ്യോമപാത അടച്ചത് പാകിസ്ഥാൻ വിമാന കമ്പനികളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല. വളരെ കുറവ് അന്താരാഷ്ട്ര സർവീസുകളാണ് പാകിസ്ഥാൻ നടത്തുന്നത്. ആഴ്ചയിൽ പാകിസ്ഥാന്റെ 6 വിമാനങ്ങൾ മാത്രമാണ് ഇന്ത്യൻ വ്യോമപാത ഉപയോഗിക്കുന്നത്. 2019 പാകിസ്ഥാൻ തങ്ങളുടെ വ്യോമപാത അടച്ചിട്ടുണ്ട്. അന്ന് നിരോധനം ഏർപ്പെടുത്തിയതിലൂടെ ഇന്ത്യൻ വിമാന കമ്പനികൾക്ക് 700 കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. ഇന്ധന ചെലവിൽ വന്ന വർധന അടക്കമുള്ള കാരണങ്ങളാലാണ് അന്ന് ഇത്രയും നഷ്ടം സംഭവിച്ചത്. അന്ന് വ്യോമപാത അടച്ചത് ഏറ്റവും കൂടുതലായി ബാധിച്ചത് എയർ ഇന്ത്യയായിരുന്നു. മേയർ ആര്യ രാജേന്ദ്രന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാത്തതിൽ പ്രതികരിച്ച മന്ത്രി വി ശിവൻകുട്ടി. 10ാം ക്ലാസ്സിൽ പഠിച്ച കുട്ടിയെ 8ാം ക്ലാസ്സിൽ ഇരുത്താനാകില്ലെന്ന് പ്രതികരണം. മികച്ച സ്ഥാനങ്ങളിൽ ഇനിയും ആര്യയെ കാണാൻ കഴിയുമെന്നും മന്ത്രി പ്രതികരിച്ചു. മേയർ 10ാം ക്ലാസ് പാസ്സായ 8ാം ക്ലാസ് ചെന്നിരിക്കും. അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ അതിന്റെ ആവശ്യം വരുന്നില്ല. അവര് മേയറായ 5 വർഷക്കാലം ഇരുന്നിട്ടുള്ളതാണല്ലോ. അങ്ങനെയൊക്കെയല്ലേ നമ്മുടെ പാർട്ടിയിലുള്ള രീതി. ഞാൻ മേയറായിരുന്നു, എന്നെ MLA ആക്കി, മന്ത്രിയാക്കി. അങ്ങനെയൊക്കെയല്ലേ CPM ആലോചിക്കുന്നത്. CPMൽ ഈ പ്രൊമോഷൻ കൊടുക്കുന്നതിന്റെ പേരിൽ, സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പേരിലൊന്നും ഒരു ആത്മഹത്യ നടക്കുന്നില്ലല്ലോ. അതെല്ലാം കറക്റ്റായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരും ചിലപ്പോൾ അതിനപ്പുറമുള്ള സ്ഥാനങ്ങളിൽ കണ്ടാലും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവേണ്ട കാര്യമില്ല. ആ കുട്ടി അത്ര കഴിവുള്ള കുട്ടിയാണ്.
നല്ല ശേഷിയുള്ള കുട്ടിയാണ്. പിന്നെ ഞാനും മേയറായിരുന്നതാണ്. ആദ്യമായിട്ട് നമ്മൾ പിന്നെ കൗൺസിലിൽ ചെന്ന് ഇരിക്കുമ്പോൾ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായ ശേഷം മേയറായ ആളാണ്. അത് 30 വർഷങ്ങൾക്ക് മുമ്പാണ്. നമുക്കൊരു ഉത്കണ്ഠയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആര്യയ്ക്ക് 21-22 വയസ്സിൽ ചെന്ന് ഇപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആവാതെ ചെന്ന ഒരു കൗൺസിലിൽ ഇരുന്നപ്പോൾ നന്നായി തന്നെ ആ കൗൺസിലിന്റെ നടപടിക്രമങ്ങൾ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മൾ ആ കഴിവും ആ പ്രായവും എല്ലാം കൂടെ കാണേണ്ടതായിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വം നൽകിയില്ലെന്നാരോപിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ച BJP പ്രവർത്തക തിരുവനന്തപുരം സ്വദേശി ശാലിനിയാണ് ജീവനൊടുക്കാൻ ശ്രമിച്ചത്. പനങ്ങോട്ടില വാർഡിൽ സ്ഥാനാർത്ഥിത്വം കിട്ടുമെന്ന പ്രതീക്ഷയിൽ പ്രവർത്തനം ആരംഭിച്ചെങ്കിലും RSSന്റെ ഇടപെടലിൽ മറ്റൊരു വനിതയ്ക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയെന്നാണ് പരാതി. പരിക്കേറ്റ യുവതിയെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോഴാണ് ഇത് ചെയ്യേണ്ടി വന്നതെന്നും യുവതിയുടെ പ്രതികരണം. ആരുമില്ല. കരിപ്പൂർ ശാഖയുമായി ബന്ധപ്പെട്ട വളരെ ചുരുക്കം ചിലവർ 2-3 പേര് മാത്രമാണ് ഇതിന്റെ പുറകിലുള്ളത്. അതായത് ഒരു 2-3 പേര് സീറ്റ് കിട്ടരുത്, കിട്ടിയാലും ഞാൻ ജയിക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് അവരത് ചെയ്തത്. എൻ്റെ സ്വന്തം സ്ഥലമാണ്, എൻ്റെ ജന്മനാടാണ് ഈ സ്ഥലം. ഞാൻ കഴിഞ്ഞ 2 തവണയും സംഘടന പറഞ്ഞതിന്റെ പേരിൽ വേറെ 2 വാർഡുകളിലായിട്ട് മത്സരിച്ച ആളാണ്. പക്ഷെ ഇപ്പോൾ പാർട്ടി തന്നെ തീരുമാനിച്ച് എനിക്ക് എൻ്റെ സ്വന്തം സ്ഥലം തന്നതാണ്. അപ്പോൾ അവിടെ ഒരു രീതിയിലും ഞാൻ ജയിച്ചു വരരുത് എന്നുള്ള രീതിയിൽ അവർ വ്യക്തിവൈരാഗ്യം തീർത്തതാണ്. സ്ഥാനാർത്ഥിത്വം കിട്ടരുത് എന്നുള്ള രീതിയിൽ, അഥവാ കിട്ടിയാലും ജയിക്കരുത് എന്നുള്ള രീതിയിലാണ് അവർ ചെയ്തത്. ഒരു തരത്തിലും പിടിച്ചു വയ്ക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അത് ചെയ്തത്. പരാതിയായിട്ട് ഫോണിൽ വിളിച്ചിട്ട് ഞാൻ പലതവണ പരാതിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മണ്ഡലകാല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5-ന് കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറക്കുന്നത്. ദർശനത്തിനായി 30,000 പേരാണ് ഇന്ന് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിരിക്കുന്നത്. സ്വർണ്ണക്കൊള്ള വിവാദം നിലനിൽക്കെയാണ് മണ്ഡല സീസണ് തുടക്കമാവുന്നത്. അതേസമയം മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല വൈകിട്ട് 5-ന് കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരിയാണ് നട തുറക്കുന്നത്. തുടർന്ന് മേൽശാന്തി 18-ാം പടിയിറങ്ങി ശ്രീകോവിലിൽ നിന്നുള്ള ദീപം കൊണ്ട് ആഴി ജ്വലിപ്പിക്കും. 18-ാം പടിക്കു താഴെ ഇരുമുടി കെട്ടേന്തി കാത്തുനിൽക്കുന്ന നിയുക്ത മേൽശാന്തിമാരെ സന്നിധാനത്തേക്ക് ആനയിക്കും. 6:30-ന് ശബരിമല സോപാനത്ത് നിയുക്ത ശബരിമല മേൽശാന്തി പ്രസാദ് നമ്പൂതിരിയെ തന്ത്രി അഭിഷേകം ചെയ്ത് അവരോധിക്കും. തുടർന്ന് മാളികപ്പുറം ക്ഷേത്രനടയിൽ നിയുക്ത മേൽശാന്തി മനു നമ്പൂതിരിയുടെ അവരോധിക്കൽ ചടങ്ങും നടക്കും. തിങ്കളാഴ്ച പുലർച്ചെ 3-ന് വൃശ്ചിക പുലരിയിൽ പുതിയ മേൽശാന്തിമാർ ശബരിമല മാളികപ്പുറം നടകൾ തുറക്കുന്നതോടെ തീർത്ഥാടനം തുടങ്ങും. ദിവസവും പുലർച്ചെ 3 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചകഴിഞ്ഞ് 3 മുതൽ രാത്രി 11 വരെയുമാണ് ദർശനം. ഡിസംബർ 2 വരെ വെർച്വൽ ക്യൂ ബുക്കിംഗിൽ ഒഴിവില്ല. 70,000 പേർ ഡിസംബർ 2 വരെ വെർച്വൽ ക്യൂ വഴി ദർശനം ബുക്ക് ചെയ്തിട്ടുണ്ട്. 20,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്താം. തത്സമയ ബുക്കിംഗ് കൗണ്ടറുകൾ പമ്പ, നിലയ്ക്കൽ, എരുമേലി, വണ്ടിപ്പെരിയാർ, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലാണ്. ഒരു ദിവസം 90,000 പേർക്കാണ് ദർശനത്തിന് അനുമതി. പമ്പയിൽ ഒരേ സമയം 10,000 പേർക്ക് വിശ്രമിക്കാൻ കഴിയുന്ന 10 നടപ്പന്തലുകളും ജർമ്മൻ പന്തലുമുണ്ട്. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ പരിശോധന നാളെ നടക്കും. ഉച്ചയ്ക്കായിരിക്കും പരിശോധനയ്ക്കായി SP ശശിധരനും സംഘവും സന്നിധാനത്തേക്ക് തിരിക്കും. ശ്രീകോവിലിലെ ദ്വാരപാലക പാളി, കട്ടളപ്പടി എന്നിവയുടെ സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്തും. 1998-ൽ സ്വർണം പൊതിഞ്ഞ ഉരുപ്പടികളും പരിശോധനയ്ക്ക് വിധേയമാക്കും. സി മലയാളം ന്യൂസ്, പത്തനംതിട്ട. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുന്നു. നന്ദി.